ഈ സിനിമ ശരിക്കും ഒരു മനസ്സിന്റെ പൊളിറ്റിക്സ് ആണ്. അതുമാത്രമല്ല, സംശയത്തിന്റെ കോൺഫ്ലിക്റ്റ്, വർണ്ണത്തിന്റെ വേർതിരിവ്, സമ്മതമില്ലാത്ത മാതൃത്വം എന്നിവയുള്ള കാര്യങ്ങളെല്ലാം മൾട്ടിപ്പിൾ ലെവലായിട്ട് പറയുന്ന ഒരു പൊളിറ്റിക്കൽ മൂവി തന്നെയാണ് സംശയം. സിനിമയുടെ പ്രമേയം കാണുമ്പോൾ തോമസ് വിൻബർഗ് എന്ന സംവിധായകന്റെ ഇമോഷണൽ ട്രോമ ഉള്ള സിനിമകള് നിങ്ങൾക്ക് ഓർമ്മ വന്നേക്കാം. പക്ഷെ സംശയം ഇതിനെക്കാട്ടിലും റൂട്ടഡ് ആണ്. കേരളത്തിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ സോഷ്യൽ മീഡിയ സ്ക്രോൾ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒറ്റപ്പെട്ട സംഭവം ഉണ്ടായതായിട്ട് ഞാൻ ഈ ഇടയ്ക്ക് ന്യൂസ് കണ്ടിട്ടുണ്ടായിരുന്നു. സംശയത്തിൽ ബർത്ത് പൊളിറ്റിക്സ്, മെറ്റേണിറ്റി വെച്ച ഐഡന്റിറ്റി ഇതെല്ലാം വളരെ നന്നായിട്ട് തന്നെ പറഞ്ഞു പോകുന്ന ഒരു സിനിമ തന്നെയാണ്. അതിൽ വിനയ് ഫോർട്ടിന്റെ കഥാപാത്രം എടുത്തോളൂ. സാധാരണക്കാരനായിട്ടാണ് അദ്ദേഹം അഭിനയിച്ചിരിക്കുന്നത്. അധികം നാടൊന്നും കാണാത്ത, വിദ്യാഭ്യാസം കുറവുള്ള ഒരാൾ എങ്ങനെയൊക്കെ ചിന്തിക്കും? അയാൾ കൂടുതലും സെൽഫിഷ് ആയിരിക്കും. ആ ഒരു സ്വഭാവം വിനയ് ഫോർട്ട് നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഈ സിനിമയിൽ പറയുന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റ് റേസിസം ഒരു സർഫേസ് ലെവലിൽ പറഞ്ഞു പോകുന്ന ഒരു കാര്യമല്ല, അതൊരു ഇന്നർ പൊളിറ്റിക്സ് ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ സെൻസ് ചെയ്ത് എടുക്കണം. ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ഈ സിനിമ പറഞ്ഞു പോകുന്നത് സ്കിൻ ടോണ്, കൾച്ചർ, കാസ്റ്റ്, മെഡിക്കൽ നെഗ്ലിജൻസ്, കൾച്ചറൽ എൻടൈറ്റ്മെന്റ് ഒന്നിച്ച് മാറ്റിയുള്ള ഒരു ലെയേർഡ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഒരാളെ തിരിച്ചറിയാനും വിലയിരുത്താനും അയാളുടെ സ്കിൻ ടോണ് ഒരു പ്രോബ്ലമാറ്റിക് ആണ് എന്ന് തന്നെയാണ് സിനിമ പറയുന്നത്.